വെൽക്കം ഗൈസ്. അപ്പോൾ നമ്മൾ കളിക്കാൻ ഗെയിം ഇന്നലെ വന്നതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കളിച്ച് റെഡിയാക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം വരാത്ത ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം വരും. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ തെങ്ങിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ തെങ്ങിൻ്റെ വീട്ടിൽ അകത്തൊക്കെ കയറി നോക്കാം നമുക്ക്. ഓ, ഇവിടെയൊക്കെ ഫുള്ളും ഇവിടെയൊക്കെ ഉണ്ട്, പക്ഷെ ടോയ്ലറ്റ് മാത്രമുണ്ട്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല, ഞാൻ മറന്നുപോയി. അല്ലെങ്കിൽ ഇന്നലെ വെച്ചാൽ മതിയായിരുന്നു, ഇന്നലെ ബാക്കി വെച്ചായിരുന്നു. പക്ഷെ ഇവിടെ പറമ്പൊന്നും ഇല്ല, പറമ്പ് കുറച്ചേ ഉള്ളു ഗൈസ്. നമ്മൾ ഇതന്നെ ഈ മോളിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കുന്നു ഗൈസ്. നമുക്ക് പുറത്തോട്ട് ഇറങ്ങി നോക്കാം ഗൈസ് എന്തുവാണ്. നമ്മൾ കഥക്ക് തുറന്നിട്ടുണ്ട്, നമുക്ക് താഴോട്ട് പോയി നോക്കാം. വൈദ്യുതി രക്ഷപ്പെട്ട് അവിടെ കുറച്ച് പേര് എഴുതി കാണിങ്ങളോ. ഓ, അനിമുക്കോ. ഇത് കൊള്ളാം. ഇപ്പം നമ്മള് അണ്ടർലാട്ടിൽ നമ്മൾ പോകുന്നുണ്ട്. അതെല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പക്ഷെ നമ്മളാണ് ഇതിൽ നമ്മൾ ജോലിയൊക്കെ ചെയ്ത് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ അനിമത്തിൻ്റെ ആ സെൻറ്ററിലോട്ട് പോവാണ്. നമ്മൾ എത്തിയിട്ടില്ല, കുറേ ദൂരമാണെന്ന് തോന്നുന്നു. പേര് കാണിക്കുന്നുണ്ടാവാന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മള് ഹലോ എന്ത് എടുക്കുവാ? ഞാൻ എൻ്റെ വീട് പണിഞ്ഞോണ്ടിരിക്കുവോ. ഏതാ വീട്? അതോ അങ്ങനെ വെച്ചാൽ എന്ത് പറയാനോ. ഏതാ വീടെന്ന് പറ. ഒരു കോടി പൊട്ടി കറുപ്പ് വീട്, നിങ്ങൾക്ക് കണ്ണ് കാണാൻ മേലെ. ചേട്ടാ, ഇത് വെളുത്ത വീട് ഉണ്ടാക്കാമല്ലേ? ഇത് എന്തോ വീട് അവിടെ വരുത്താൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആര്? അവിടെയോ? മനസ്സിലായി. ഏറ്റവും കൂടുതൽ വിസിറ്റർ ആണല്ലോ സീംബീടല്ലേ? സീംബീടോ? ഓക്കെ. പക്ഷെ ഇവിടെ അടുത്തൊരു വീടുണ്ടല്ലോ, ഈ വീട് ആരുടെയാ? വീട് പണിഞ്ഞു കഴിഞ്ഞ് നീ കയറിയാൽ മതി. ശരി, വീടല്ല ഞാനവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ എവിടെയെങ്കിലും പോകുന്നുണ്ടോ നോക്കണം. ചേട്ടാ, രാത്രി രാവിലെയായി. ഇതപ്പോ എന്റെ ബോധം ഇപ്പം പോയേന്. ചെറിയൊരു ഗ്യാരേഡറായിട്ടുണ്ട്. ചേട്ടായി, ഇതാരാ? പ്രണോയോ? ഹായ്. എന്താ മിണ്ടാത്തെ പ്രണോയ്? ടൈപ്പ് ചെയ്തോണ്ടിരിക്കുവോ? ഇതിനകത്ത് വേറെ ആളുകളൊന്നും ഇല്ലേ? ചേട്ടായിക്ക് കുറെ കൂട്ടുകാരുണ്ടല്ലോ. എന്റെ വീട് ദൈവമേ, മഴ വേണ്ട. അല്ലെങ്കിൽ തിരിച്ചു വരാൻ പറ്റത്തില്ല. ഞാൻ മഴയത്ത് തുള്ളി കളിക്കുക. ഒരു
പ്രണോയ് എന്ത് പേര് വീട് പണിയുന്നവരെ ക്രിയേറ്റീവ് ആക്കി ചേട്ടായി ക്യാരറ്റ് വീണു ഞാൻ കഴിച്ച് എനിക്കിഷ്ടമായി ചേട്ടാ ഇതാര് പേര് മറന്നുപോയി എൻ്റെ പേര് ഫുള്ള് ഇവരെ കാണിക്കും ഇന്ത്യയിലുള്ളത് കാണുന്നവരെ കാണിക്കും. വെൽക്കം ഗൈസ്. അപ്പം നമ്മൾ ഈ വീഡിയോകളൊക്കെ നിങ്ങളെ കാണിക്കാൻ പോകുന്നു. ലാസ്റ്റ് നമ്മൾ കുറച്ച് വീട് കാണിക്കുകയാണ്. ആദ്യം നമ്മൾ ഇത് ഉടുപ്പ് കടയാണ്. ഉടുപ്പ് കടയാണ് എല്ലാവർക്കും അറിയാമല്ലോ. അടച്ചിട്ട് പോണ് ചേട്ടാ ഇന്നോട്ട് തിരിച്ചു വരാൻ പറ്റുമോ? ഞാന് ലെഫ്റ്റായി അല്ല ഞാൻ ഈ വീട് പണിത് കഴിഞ്ഞിട്ട് എല്ലാവരെയും വീഡിയോസിലൊക്കെ ഉള്ളവരെ കാണിക്കത്തുള്ളൂ. നീ എല്ലാരെയും കാണിക്കടി. എല്ലാ വീടും ഓടി നടന്നു കടയൊക്കെ കാണിക്കും. ഞാൻ കട കാണിച്ചു കഴിഞ്ഞു. എല്ലാരെയും കൊറേ കടയുണ്ട് ഇതിനകത്ത്. ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് നോക്കാം. ഓ ഇവിടെ നല്ല ഇവിടെ മീൻ കടയാണ്. ഓക്കേ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഒരു പൊളി സാധനം ഒരു ഗെയിമിനകത്ത് തരാം. ഞാൻ കടയൊക്കെ ഇവിടെ ഞാൻ കാണിച്ചില്ലേ? ഇത് ഞാൻ കാണിച്ചു കഴിഞ്ഞു. വെൽക്കം ഗൈസ്. അപ്പോൾ ഈ തുണിക്കട ഒന്നും കൂടെ കാണിക്കുക നിങ്ങളെ. കൊള്ളാം ഗൈസ്. ഈ എടുത്താലോ മധുരത്തില് ഏതായി തൂവും മന്ദിച്ചറ് പോക്കണ്ട വേണ്ട ഏതായിൻ്റെ ആണുണ്ടാറ് ആണം കൊണ്ടട്ടെ ആഘോഷപ്രഭു ആണുണ്ടാറ് ആണം കൊണ്ടട്ടെ ആഘോഷപ്രഭു ഹരിഗോപുരം നിങ്ങളെ കാണിക്കാൻ പോകും. ഞാൻ ഹരിഗോപുരം കാണിക്കാൻ പോവാണ്. കണ്ട ഗൈസ് ഇതിനകത്തൊന്ന് കയറി നോക്കാം നമുക്ക്. വലിയ ഓർമ്മ ഞാൻ ഓർമ്മ ഗൈസ്. നിങ്ങൾ രംഗയുടെ വീട് കാണുന്നുണ്ടോ ഗൈസ്? നിങ്ങളെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ രംഗയുടെ വീടും നിങ്ങൾക്ക് കാണിച്ചു തരാം. രംഗയുടെ വീട് കുറേ ദൂരമുണ്ട്, അതെല്ലാവർക്കും അറിയാമല്ലോ. നിങ്ങളെ ഞാൻ അയ്യോ കഥ അടങ്ങി പോയി. കഥ തുറക്ക്. നിങ്ങളെ അറിയാൻ മോളിൽ ഇതൊക്കെ ഉണ്ട്. ഓക്കെ ആരുടെ ദിബമ്മന. This is oh ഇത് നിങ്ങൾക്കിനി മുഴുവൻ കാണിക്കാറുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഓ ബെഡൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഉറങ്ങാനൊക്കെ പറ്റിയോ. ഓർത്തോളാം പ്രണയ് വീട്ടിലിരുന്ന ഗെയിം കളിക്കുന്നെന്ന് ഓർത്ത്, മനസ്സിലെന്ന് ഓർത്ത് വീട്ടിലിരുന്ന് ഇങ്ങനെ കളിക്കുന്നെന്ന് ഓർത്ത്.
ഇത് കൂട്ട് പടങ്ങള് ഇത്രയും നേരം ഒരു കുഴപ്പമില്ലായിരുന്നു. അതാണ് മോത്തിന്റെ പടം. തന്നെ തുറന്നോളൂടില്ല. അടക്കിയൊന്നും വേണ്ട, തുറപ്പും അടക്കിയും തന്നെയാണ്. ആരുടെയാണ് വീട്ടിലൊരു മൊട്ട വീടാണ്. എല്ലാവരോടും സഹോദരി കയറാൻ എല്ലാവരും നമ്മുടെ വീഡിയോസ് കണ്ട് ഹാപ്പി ആയി എല്ലാവരും ഇവിടെ ഒരു ബെഡ് ഒരു കുഴപ്പമൊന്നുമില്ല. തിരിച്ച് അനുതോട്ടയുടെ അവിടെ പോവാം. വീടിന്റെ തറ ചെങ്ങന്റെ വീട് അവിടെയാണ്. എല്ലാവർക്കും അറിയാമല്ലോ. നീ എന്റെ വീടിന്റെ അടുത്ത് ഒരു പ്രണയം എന്നെ ചൂണ്ടിടാമെന്നായിരുന്നു. ഞാൻ അവിടെ ബ്ലോക്ക് വെച്ചടാ. കേറാൻ പറ്റത്തില്ല. എന്തുവാണ് പ്രണവിച്ച് എന്താണ് അവനെ അങ്ങോട്ട് സർവൈവലാക്കണ. ഞാനും അതുകൂട്ട് വീട്ടിൽ കേറിയോ? അത് എന്റെ വീട്ടിൽ നിന്നും കേറിയേക്കുള്ളൂ. ഞാൻ അതിന് മുമ്പ് നമ്മൾ പോവാണ് എൻ്റെ വീട്ടില്. അതിന് മുമ്പ് അവരെന്റെ വീടൊക്കെ തീർത്ത് കളയാൻ. അത് കണ്ടോ? മഴ ഇവളെ ഓർത്തിയാ. കാരണം ഇവളുടെ മോണിക്കൂടെ എനിക്ക് മഴയൊക്കെ മാറ്റാൻ. മഴ അതോ പ്രണോയ് മറ്റവന്റെ വീട്ടിൽ കയറിയോ? അരിഭവനത്തിൽ കയറി പ്രണോയ്. എടോ പ്രണോയ് അരിഭവനത്തിൽ കയറി അതിക്രമിച്ച് എന്തോ ഒക്കെ കാണിക്കുന്നു. പ്രണോയ്ക്ക് നമ്മുടെ റൂൾസ് ഒന്നും അറിയത്തില്ല. ചേട്ടാ എവിടെയാണ് ഈ രംഗന്റെ വീട്? ഞാൻ മറന്നുപോയി. ഇനി എനിക്ക് വിഷമാകുന്നു. മോൻ ഹാപ്പിയാണോ? ഹാപ്പിയാ. എന്നാ എണീറ്റ് പോ. ചേട്ടാ ഈ മഴയൊന്ന് പെട്ടെന്ന് മാറ്റി അങ്ങനെ ഭാഗ്യായി. എന്റെ വീട്ടിൽ കയറുന്നു. ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അനിമുത്ത് ഇരുന്നതിന് മുമ്പ് നമുക്ക് പോവാം. ജീവനോടെ പിടിച്ച് കുഴിച്ചിട്ട് നീതിന് വാങ്ങിക്കോളാ. നീതിന് വാങ്ങിക്കും. നീ 6ാം ക്ലാസ്സിൽ പ്രതികാരം തീർക്കുവാണ്. കൊണ്ടട്ടെ ആഘോഷം ആരടി അവിടെ കുഴിച്ചത്? പ്രണോയെ ഈ വീട് കണ്ടിട്ട് പോലും ഇല്ല. അതെ രംഗയുടെ വീട് പോലും കണ്ടിട്ടില്ല. ഇവിടെ ആരവിടെ കുടിച്ചിട്ട്
ഏസപ്പ നമ്മള് ഈ രംഗയുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ രാജാവിനെ പോലെ മേളിക്കേറിയിരിക്കും. ബോറടിച്ച് അവിടെ എല്ലാം കറങ്ങി നടക്കുകയായിരുന്നു. മേളത്ത് പൊട്ടിക്കും. അങ്ങനെ ആകുമ്പോഴൊക്കെ അവിടെ തന്നെ വിരിച്ചു വെക്കും. എവിടെയാണ് കഴിച്ച റൂം? പിന്നെ ഇതിലും കൂടി കയറാം. ഓ ഞാൻ കഥ അടയ്ക്കാതെ അവിടുത്തെ വഴി പൊളിയായിരിക്കണം. എൻ്റെ ഡോറ് പൊളിയായിരിക്കണം. അല്ല ഇറങ്ങിയോ ഡോർ ഇൻവെസിബിൾ ഡോർ ആക്കാൻ പറ്റുമോ? എനിക്ക് ഡോറ് വേണം. എനിക്ക് മാംഗ്രവിന്റെ ഡോർ ും മുളങ്ങിടുമ്പാട്ടെ ഒടും സന്തോഷത്തിടനടവാഴ്ത്തേ നേരമെന്ന മധുരത്തില് കോവക്കൊണ്ടാണെന്നേനണ്ടാ ഏനായുണ്ടാണ് ആണ് കൊണ്ടാണ് ആണ് കൊണ്ടാണ് ഇതെന്നാ റോക്കടിയാണല്ലോ ഇപ്പം. അങ്ങനെ ഡാഡിലായി ഞാൻ അടുത്ത